എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ജീവാമൃത പുനർജീവൻ എന്നുള്ള ഒരു മഹായജ്ഞം ഞാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഓക്കെ, അതായത് ഇപ്പൊ എന്റെ ഈ ഒരു പ്രസന്റിലുള്ള ഈ ഒരു 3 സെന്റിലുള്ള ഈ ഒരു 1500-2000 മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറഞ്ഞ ഉണ്ടാവും ഒരു 10,000 കോടി ജീവജാലങ്ങൾ അല്ലേ ഉണ്ടാവും. പല ഉറുമ്പുകളും പുഴുക്കളും പാറ്റകളും എല്ലാമായിട്ട് അത്ര ഉണ്ടാവും ഇവിടെ. അപ്പൊ അവർക്ക് ഞാൻ ഒരു ആവാസ വ്യവസ്ഥ കൊടുത്തു. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യർക്ക് കൊടുക്കുന്നതും ഈ പറയുന്ന ജീവജാലങ്ങൾ കൊടുക്കുന്നതും യാതൊരു വ്യത്യാസവും ഇല്ല. മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ടൈം വേണം. കാരണം ആ തലച്ചോറൊക്കെ ഒന്ന് കഴുകി ഒന്ന് ബോധമൊക്കെ വരുത്തിച്ചെടുക്കണം. ഈ പറയുന്ന ജാതി വേർപാടും മതവിദ്വേഷവും കുറെ അടിമകളായ LDF, UDF, BJP ഒക്കെ കീഴി കിടക്കുന്ന ആ ഒരു അടിമ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ ആ ഒരു ആരെയും ചോദ്യം ചെയ്യാത്ത നട്ടലുമില്ല. അപ്പൊ അവരെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. പക്ഷെ എന്റെ ജീവജാലങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ യാതൊന്നും വേണ്ട. അപ്പൊ ഞാൻ നിഷ്കാമ കർമ്മയോഗമാണ് ചെയ്യണം. അതായത് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ യാതൊരു ഫലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്റെ ചുറ്റുമുള്ളവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം, ഇവൻ എന്താണ് ഇവൻ പൈസയില്ല ഒന്നുമില്ല ഇങ്ങനെ നടക്കണ്. അപ്പോ അതെല്ലാം ഈ പറയുന്ന ബാങ്ക് ആണെങ്കിൽ, ഈ പറയുന്ന സിബിൽ സ്കോർ ആണെങ്കിൽ, ഇതൊന്നും നോക്കാതെ ഞാൻ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു കാര്യം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ അറിയും. ഞാൻ കുറെ വീഡിയോസിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്റെ വീഡിയോസും എന്റെ ഈ പറയുന്ന എന്റെ ഫങ്ഷൻസും എന്റെ പ്രോപ്പർട്ടീസും ഒന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ചെങ്കിലും ഒരു ലോജിക്കായിട്ട് ചിന്തിക്കണം, ഒരു വിവേകബുദ്ധി വേണം, കോമൺ സെൻസ് ഉണ്ടായാൽ മതി. വലിയ ന്യൂറോ സയൻസും കാര്യമൊന്നും പഠിക്കണം, കോമൺ സെൻസ് പക്ഷെ ഉണ്ടാവണം. തലച്ചോറൊന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ സക്സസ് തന്നെയാണ്. എന്റെ കുഞ്ഞിനെ കണ്ടില്ലേ, ഞാനിപ്പോ അവനെ കയറ്റി വിടുന്നത് എന്റെ സാമ്രാജ്യത്തിലേക്ക്. അതായത് അവന് ശുദ്ധമായ പ്രാണവായു, ഫൈറ്റോൺസൈഡ്സ് അവന്റെ ബോഡിയിൽ നിന്നും ക്യാൻസർ സെൽസിന് വളർത്താൻ സാധിക്കില്ല ഇവിടെ നിൽക്കുമ്പോൾ. വേറൊന്നുമല്ല, നാച്ചുറൽ സെൽസ് ഉണ്ട്. ഈ പറയുന്ന ഫൈറ്റോൺസൈഡ്സ് അവന്റെ ബ്ലഡിൽ മിക്സ് ആകുമ്പോൾ ആ സെൽസിനെല്ലാം കൊല്ലും. അതായത് ഈ പറയുന്ന ക്യാൻസർ പോലത്തെ ഒരു മാരകമായ അസുഖം പോലും ക്ലിയർ ചെയ്യാനുള്ള ഒരു മാന്ത്രികമായ ഒരു സ്ഥലമാണിത്. അപ്പൊ ഈ ഒരു മാന്ത്രികമായ സ്ഥലം ഈ 2 സെന്റിൽ നിന്ന് മാറി ഭൂമി മുഴുവൻ കൊടുക്കുമ്പോഴേ ഈ പറയുന്ന ക്യാൻസർ, ഈ പറയുന്ന രോഗങ്ങളെല്ലാം ഇല്ലാതാവും. കാരണം നമ്മളെല്ലാം റോബോട്ടല്ല, നമ്മളെല്ലാം നേച്ചർ തന്നെയാണ്. എന്ന് നമ്മൾ നേച്ചറിൽ നിന്ന് വിട്ടു നിന്നോ, ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിലേക്ക് ബ്ലെൻഡ് ആയോ അല്ലെ, ചെവിയിൽ വെക്കുന്നു, കണ്ണിൽ വെക്കുന്നു, റേഡിയേഷൻ എല്ലാം മേത്തോട് കയറ്റി വിടുന്നു, നല്ല ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നില്ല, ശുദ്ധമായ വെള്ളം കുടിക്കുന്നില്ല, ശുദ്ധമായ പ്രാണവായു ശ്വസിക്കുന്നില്ല, എന്നിട്ട് ക്യാൻസർ. അപ്പൊ ക്യാൻസറിന് കുറ്റം. അപ്പൊ ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യം ഇല്ലാതാക്കണമെങ്കിൽ കാട് തന്നെ വന്നം, പച്ചക്കറിത്തോട്ടം തന്നെ വന്നം, കൃഷി തന്നെ വന്നം. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ചെയ്യും. അപ്പോ അതാണ് എന്റെ ജീവിത ലക്ഷ്യം തന്നെ. അല്ലാതെ കുറെ പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പൊ 9,000 കോടിയുള്ള ആൾ ആത്മഹത്യ ചെയ്തു. അപ്പോ ആത്മാവിനെ സമ്പാദിച്ചുകൊണ്ടിരിക്കണം. അതായത് ഞാൻ അതാണ് സോളിനുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ സമ്പാദിക്കുന്ന ആളാണ് ഞാൻ. അല്ല ഒരിക്കലും കൈ എന്റെ ഫ്രീ ആണ്. ഇപ്പോഴും എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഞാൻ കയ്യിൽ വരുമ്പോൾ പണം ഉള്ളപ്പോൾ ഞാൻ ദാനം ചെയ്ത് കളയും. എന്തോരം പേരാ ഈ പറയുന്ന അതിദാരിദ്ര്യ മുക്തോ എന്ന് പറഞ്ഞു. അതൊന്നുമല്ല, ഇവിടെ ലോകത്ത് കുറെ പേര്, നമ്മുടെ കേരളത്തിൽ കുമ്പളങ്ങിൽ എല്ലാം കുറെ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ദാനം എല്ലാം ചെയ്ത് കളയും. എന്നിട്ട് ഞാൻ ഫ്രീ ആണ്. ഓക്കെ, അതായത് വിത്തൗട്ട് മണി. ഒരുപാട് ആട്ടുംതുപ്പെല്ലാം കിട്ടുന്നുണ്ട്, അതെല്ലാം നമുക്ക് വിടാം. പക്ഷെ ഒരു ബെറ്റർ ഡേ വരും അല്ലേ? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ടോപ്പ് ഞാനായിരിക്കും. ഈ ഒരു ഭൂമിയിൽ ഏറ്റവും ടോപ്പ് ഞാനാകും, അത് ഉറപ്പുള്ള കാര്യം. കാരണം ഞാനായാൽ മാത്രമേ ഭൂമിയിലുള്ള എല്ലാവരുടെയും, ലോകത്തുള്ള എല്ലാവരുടെയും പട്ടിണിസുഖം മാറ്റാൻ പറ്റൂ. ഈ പറഞ്ഞ യുദ്ധമൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഞാൻ വിഷമിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം കഴുകി ഞാൻ മാറ്റുന്നതാണ്. ഓക്കെ.